പട്ടിണിയും ദുഃഖവും നിരാശയും ഇനിയും എൻ്റെ ജീവിതത്തിൽ വന്നാലും ഏലിയാവിന് അന്നം നൽകിയ കരമിനിയും കുറുകാതൻ കൂടെയുണ്ടല്ലോ. ചെങ്കടലിലും വഴിയൊരുക്കിയ ഇസ്രായേലിൻ ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. ഇസ്രായേലിൻ ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. പരീക്ഷണങ്ങൾ എന്തു വന്നാലും പതറിടാതെ പ്രാർത്ഥനയാൽ പൊരുതി നിന്നിടും. പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവമെന്നും എൻ്റെയും ദൈവം. പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവമെന്നും എൻ്റെയും ദൈവം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് തന്നെ ആയുസ്സിനായി, ആരോഗ്യത്തിനായി, സന്തോഷത്തിനായി, സമാധാനത്തിനായി, സുബോധത്തിനായി, ദൈവകൃപയ്ക്കായി നന്ദി അപ്പാ. നന്ദി നന്ദി കർത്താവേ, നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ കരങ്ങളിൽ തരട്ട് കർത്താവ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവനെ, അറിയുന്നവനെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ വികാരങ്ങൾ അറിയാവുന്ന കർത്താവെ, ഞങ്ങളുടെ ആവശ്യ സ്തോത്രത്തോട് അങ്ങയുടെ പാദപീഠത്തിൽ അറിയിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തരട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഏൽപ്പിക്കട്ടെ, അവരുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കട്ടെ, ജോലിയിലായിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കട്ടെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവെ. തന്നിരിക്കുന്ന കുഞ്ഞു തലമുറകളെ സമർപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശം ഏൽപ്പിക്കുന്നു, ഞങ്ങളെ പാർക്കുന്ന ഭവനം ഏൽപ്പിക്കുന്നു. എല്ലാം അപ്പൻ്റെ ദാനമാണ്. അവിടുന്ന് ഞങ്ങളെ നടത്തിയാൽ ഞങ്ങൾ നടക്കും കർത്താവെ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ കർത്താവെ. അങ്ങയുടെ പാദപീഠത്തിൽ സമ്പൂർണ്ണമായി പ്രഭാതത്തിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടണം. ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാകണം. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കട്ടെ. റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യട്ടെ. കർത്താവ് ഒരുക്കുന്ന പോലെ ജയത്തിനായിട്ട് നന്ദി പറയുകയപ്പാ. പിന്നെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റ് വിവിധ കോഴ്സുകൾ പഠിക്കുന്നവർ, അതിൻ്റെ പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ. വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. കർത്താവിൻ്റെ കാര്യം ചേർത്ത് പിടിക്കണമേ. അവരാഗ്രഹിക്കുന്ന ദുർമ്മത്തവരെ കൊണ്ടുവന്നെത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്തിൽ ജോലിക്കായി കാത്തിരിക്കുന്ന മക്കളുണ്ട്, ഇൻ്റർവ്യൂ കഴിഞ്ഞു നിൽക്കുന്ന മക്കളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ദൈവകൃപയിൽ ജീവിപ്പാൻ അവരെ സഹായിച്ചാട്ട് കർത്താവേ. കൊച്ചു തലമുറയെ അനുഗ്രഹിക്കണം, ബാലപിടിയിൽ നിന്നൊക്കെ വിടുവിക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ വളർന്നു വരുവാൻ സഹായിക്കണമേ കർത്താവ്. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ജോലിയില്ലാത്ത മക്കൾക്ക് ഉപജീവനമാർഗത്തിന് വഴിയൊരുക്കിക്കാട്ട്. സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സന്തോഷവും സമാധാനം കൊടുത്ത് കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതണമേ കർത്താവേ. കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. ജീവിതമാർഗം സ്വർഗം തുറന്നു കൊടുക്കണമേ. ഇരക്കുവാൻ, നാണവ കളയ്ക്കുവാൻ ശേഷിയില്ല. നിത്യവൃത്തിക്കുള്ള വക എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. സ്വർഗത്തിലെ അപ്പത്തിന് ഓരോ മക്കളുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിക്കണം. പ്രത്യേകിച്ച് അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട് കർത്താവേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ എൻ്റെ അപ്പന് കഴിയും. അവിടുത്തെ സന്നിധിയിലെ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. നിവാരിപതിരി ദാനം ചെയ്യാൻ മനസ്സറിവുള്ള ദൈവമാകിയാൽ അപ്പാ അതിൻ്റെ മക്കളെ സഹായിക്കണമേ എന്നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പാ, ഞങ്ങൾക്ക് ഭവനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവേ. അത് കർത്താവെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹപ്രായം കഴിഞ്ഞ ഞങ്ങളുടെ മക്കളുണ്ട്. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. വിവാഹത്തിന് മനസ്സിലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ്, ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അതിനുള്ള മനസ്സ് തൻ്റെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയപ്പാ. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, നീ അവരെ അനുഗ്രഹിക്കണേ, വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ
എല്ലാം കർത്താവ് ദാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ദൈവമായ കർത്താവ് പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. സുരക്ഷിതമായി സന്തോഷമായി യാത്ര ചെയ്ത് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കണമെന്നടിയെ പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. ഈ പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരട്ടപ്പ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഇവരെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹാലലിയ ചില നീറുന്ന ഭാരവിഷയമുണ്ട് കർത്താവെ. നിങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുക. സ്വർഗ്ഗം അത് ഏറ്റെടുത്തിരിക്കാൻ നന്ദി പറയുക. അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുക കർത്താവ്. ഹാലലൂയ കർത്താവ്, നിങ്ങളുടെ സകല ഭാരങ്ങളും ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരപ്പൻ ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയുന്നു. ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഹാലലൂയ കർത്താവ്, ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസന്തികയോളം കൂടെ സുഖപ്രസവം നൽകണമേ കർത്താവ്. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവ്. ഹാലലൂയ കർത്താവ്, സ്തോത്രം. നാടും വീടും വിട്ട് മാതാപിതാക്കളെ വിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സൂക്ഷിക്കണം, പരിപാലിക്കണം. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ, ജലപ്രളയത്തിൽ നിന്ന്, പകർച്ചബാധകളിൽ നിന്നെല്ലാം വിടുവിച്ച് സ്വർഗ്ഗം വേണമെന്ന് കൊടുത്ത് പോഷിപ്പിച്ച് കണ്ണിന് കാണുന്നതുവരെയും വിസ്താരമായ ചെറുകൂട്ടിൽ അവിടെവിടങ്ങളിലൊക്കെ മറച്ചു കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹാലലൂയ, സ്വർഗീയ സമാധാനം തരണമേ കർത്താവ്. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എല്ലാ രോഗത്തിനും മരുന്നും വൈദ്യനും എൻ്റെ അപ്പനാണ്. എല്ലാ രോഗികളോടും കരുണ കാണിക്കുന്ന കർത്താവ് അവിടുന്ന്. അങ്ങൊന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, പൂർണ്ണ സൗഖ്യം ലഭിക്കും. ഞങ്ങളതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തിക്കാട്ട് കർത്താവ്. അത്ഭുതങ്ങളെ ചെയ്താട്ട്, എല്ലാം മഹത്വത്തിനായി ചെയ്താട്ട്. അപ്പോൾ നീ അനുഗ്രഹിച്ചാട്ട്, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു. ഇന്ന് പോൽക്കാലം ഞങ്ങളുടെ പോക്കിലെ, വരവിലെ, വാഹനയാത്ര, വഴിയാത്ര, ജോലി കാര്യങ്ങൾ, വിശ്രമവേളയിലൊക്കെയും കൂടിയിരുന്നു. ഒരു സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ.